ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, തെരഞ്ഞെടുപ്പ് വരും പോകും, ഞാൻ നിങ്ങളെ കാണാൻ എന്നും വരുമെന്നും. ആരെന്തോ ചോദിച്ചു. നാടനിലേക്ക് സ്വാഗതം. സ്വാഗതം പ്രേക്ഷകരെ, സ്വാഗതം, സുസ്വാഗതം പ്രേക്ഷകരെ. കഥാപ്രസംഗം വല്ലതും നടത്തുന്നുണ്ടോ? അല്ല, ഇവിടെ ചിലവരുടെ അധികനല്ല, കലാകാരനല്ലാത്ത പോലത്തെ വേഷം ജൂബായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അതോ ഇതല്ലല്ലോ വേണ്ട, കാവ്യ വസ്ത്രമല്ലായിരുന്നോ വേണ്ടിയിരുന്നേ? അത് ഹിമാലയത്തിൽ പോവായിരുന്നല്ലോ അതുവഴി. ഈ നാണം കെട്ട് ഈ ജില്ലയെ കിടക്കുന്നതിനെക്കാട്ടി നല്ലത് ഹിമാലയത്തിൽ പോകേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന ആരും വിചാരിക്കാൻ വേണ്ട. അതെ, തൊലിക്കട്ടി അപാരാണല്ലോ. കാണ്ടാമൃഗം ചോദിച്ചിട്ടുണ്ട് ഇവരുടെ തൊലിക്കട്ടി കുറച്ച് ദിവസത്തേക്ക്. ചളി അടിച്ചത് മതി കേട്ടോ. എടോ, ഈ കണ്ടകശനി ഉച്ചസ്ഥായിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട്, പക്ഷെ കറക്റ്റ് അയ്യോ താരുടെ കാര്യത്തിലാണ് നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കറക്റ്റ് ഇവിടത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷിന്റെ തലയിലാണ് ആ തല എം വി ഗോവിന്ദ മാഷിന്റെ തലയാണെന്ന് ഞാൻ പറയും. കാരണം തോറ്റ് തുപ്പിയിട്ട് തുന്നം പാടിയത് വേറെ കഥ. പക്ഷേ അതിനേക്കാൾ വലിയ തോൽവി അതാണ് കറക്റ്റ്. അതിനേക്കാൾ വലിയ തോൽവി എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. ഇപ്പോ ആ കേസിനെതിരെ സ്വപ്ന സുരേഷിന് ജാമ്യം കിട്ടി. ആ കേസ് കൊടുത്തതിനെതിരെ സ്വപ്ന സുരേഷ് ഇപ്പോ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. മാനവും പോയി, പൈസയും പോയി, ഇപ്പൊ നാണവും പോയി. സന്തോഷമായല്ലോ അല്ലേ? എന്തെങ്കിലും മൊഴിയാനുണ്ടോ? കഴിഞ്ഞ ദിവസം പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് ഒന്ന് പഠിച്ചെന്തെങ്കിലും ഉണ്ടോ? ഈ സ്വപ്നയൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അവരെന്തേലും അവിടെ കിടന്ന് കാണിക്കും. അതിലൊന്നും ഞങ്ങൾ പേടിക്കുന്നവരല്ല. അല്ല, ഇവർക്ക് എന്താണ് വലിയ കാര്യമായിട്ടുള്ള കാര്യം? എന്താണ് ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യം? ഞാൻ എണ്ണ കേരയിൽ ഫോണ് സ്വപ്ന സുരേഷ് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ഈ നാട്ടിലെ വോട്ട് അതും വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള കാര്യം? നമ്മുടെ ഖജനാവിലെ പൈസയോ? അതാണോ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള കാര്യം? അല്ല, എന്ത് ചോദിച്ചാലും ഇവർക്ക് അത് തന്നെ കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്. എന്റെ വിലപ്പെട്ട സമയം താൻ പാഴാക്കുന്നത്. ഇനിയിപ്പോ നേരെ തിരിച്ചറിഞ്ഞെങ്കിലോ, സ്വപ്ന സുരേഷിനെതിരെ കേസെടുത്ത് കോടതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി എന്നുള്ള വാർത്തയായിരുന്നെങ്കിൽ ഈ പറയുന്ന കുഞ്ഞളിയൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നല്ലോ. ചലചല എന്ന് പറഞ്ഞ് ചിലപ്പായിരിക്കുമായിരുന്നല്ലോ. എന്താ തിരിച്ചു കുത്തുമ്പോ എന്തേ? അന്നും ഇതുപോലെ തന്നെ അന്നത്തെ എക്സിറ്റ് പോളിൽ LDF ഭൂരിപക്ഷം നേടുമെന്നുള്ള എക്സിറ്റ് പോളാണ് വന്നിരുന്നതെങ്കിൽ തന്റെ തിളപ്പ് അതൊരു ഒന്നൊന്നര തിളപ്പായിരുന്നു. അസഹനീയമായിരുന്നു തന്റെ തിളപ്പ്. തനിക്ക് വരെ വെറുപ്പ് തോന്നി. അത് തന്നെ, ഒറ്റ ദിവസം ഞെളിഞ്ഞല്ലോ. നമുക്ക് കേന്ദ്രത്തിലേക്ക് മോദി പ്രഭാവം എവിടെ പോയി? അവിടെ ഒരിടത്തും പോയിട്ടില്ല. അവിടെ 300 സീറ്റ് ആയല്ലോ NDA. ഇപ്പൊ 300 സീറ്റ് ഇവിടെ BJP-ക്കാരെല്ലാം ഇപ്പൊ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്തോ, ആ TDP-ക്കാരൊക്കെ നല്ല വകുപ്പുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അണ്ണാ തന്നില്ലെങ്കിൽ നമ്മള് പോവും. മോദി അമിത്ഷായുടെ കിടന്നെങ്കിൽ ചക്രശ്വാസം വലിക്കുക. ഇതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ കസേരയൊക്കെ തെറിക്കും, അല്ലെങ്കിൽ തെറിപ്പിക്കും. അല്ല, വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. എന്താ പറയുന്നത്, BJP-ക്കാരെ ചവിട്ടി പുറത്താക്കിയതല്ലേ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവർ ജയിച്ച സീറ്റെങ്കിലും അവർക്കുണ്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. MLA-യുടെ അത് ശരിയാ. അയ്യോ, അങ്ങനെ നല്ലതല്ല. ഗോവിന്ദ മാഷ് പറഞ്ഞോണ്ടിരുന്ന 20 സീറ്റും അതിൽ ആദ്യം ജയിക്കാൻ പോകുന്ന വടകരയിലായിരിക്കും, അതിന് മുന്നേ ജയിക്കുന്നത് വയനാട്ടിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ആലപ്പുഴയിൽ 2 വട്ടം ജയിക്കും എന്നൊക്കെ പറഞ്ഞ ടീമാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ അങ്ങനെ പല മറ്റേ എതിരാളികളെ തളർത്താൻ വേണ്ടി പലതും നമ്മൾ പറയും. അതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന കാര്യമാണ്, അല്ല GPM-കാര് മാത്രം ചെയ്യുന്ന കാര്യമൊന്നും അല്ല. സുഹൃത്തുക്കളെ, ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവർ തോൽക്കാനുള്ള പ്രധാന കാരണം പ്രധാനമായും കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും സിറ്റിംഗ് MLA-മാരുള്ള അല്ലെങ്കിൽ MLA-മാരായിട്ടുള്ള ശിവൻകുട്ടി, അതുപോലെ തന്നെ ആരിഫ്, ആന്റണി രാജു തുടങ്ങിയവരുടെ ഒക്കെ തന്നെ ഈ സീറ്റിൽ അവിടത്തെ ബൂത്തുകളിൽ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് LDF. 2ാം സ്ഥാനത്തോ എന്തിനേറെ പറയുന്നു 3ാം സ്ഥാനത്തേക്ക് വരെ പോയിരിക്കുകയാണ് LDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം അല്ല, വോട്ടെന്ന് പറയുന്നത്. അതിനെക്കാട്ടി വലിയ കോമഡി ഉണ്ട്. ഇവിടുത്തെ ഒരു അമ്മ ഉണ്ടല്ലോ, മേയറമ്മ, പിണറായി വിജയനെക്കാട്ടിലും വലിയ അമ്മച്ചി. ആ അമ്മച്ചിയുടെ ബൂത്തിലും ഉണ്ട് സംഭവ വികാസങ്ങൾ. ആ അമ്മച്ചിയുടെ ബൂത്തിൽ LDF 171 വോട്ടുകളുമായി 3ാം സ്ഥാനത്താണ്. കയ്യിലിരിപ്പിന്റെ കൊണം. കരച്ചില് മനസ്സിലാക്കുന്ന കരച്ചില് കാണുന്നുണ്ട്. പ്രതീക്ഷിച്ചത്
തന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച്. കാരണം താൻ ഇവിടെ എല്ലാ കാര്യവും ന്യായീകരിച്ചു നടന്ന് തിരുവനന്തപുരത്ത് എന്ത് വന്നാലും ഉടനെ അങ്ങ് മേയറുടെ നെഞ്ചത്തോട്ട് കയറണം. സത്യം ഇവര് മനസ്സിലാക്കില്ല. സുഹൃത്തുക്കളെ, 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വന്നത്. 29-ാം തീയതിയാണ് നടുറോഡിലെ മേയർ അമ്മയുടെ ഷോ. പക്ഷെ എങ്ങാനും 27-ാം തീയതി 26-ാം തീയതിയോ 25-ാം തീയതിയോ നടക്കണോ ഈ സംഭവം? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ 171 വോട്ടെന്ന് പറയുന്നത് ഷൂന്ന് പറഞ്ഞ് താഴോട്ട് പോയേനെ. ഒന്നും മിണ്ടായില്ലേ? എന്നാ എനിക്ക് മിണ്ടാനുണ്ട്. അതേ ആയതിനാൽ ആ വോട്ട് പോയതിന്റെ കാരണക്കാരി ആര്യാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് സംശയം? കാരണം എന്നറിയോ സുഹൃത്തുക്കളെ, ഈ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ ആയിരിക്കുമല്ലോ. ആ കൗൺസിലർ ഉള്ള ഇടങ്ങളിലുള്ള ചെറിയ ആൾക്കാരൊക്കെ എനിക്ക് നല്ല പേഴ്സണലി ബന്ധമുണ്ട്. സാധാരണഗതിയിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എന്താണ് ഈ നമ്മുടെ കേന്ദ്രത്തിലോട്ട് പോകുന്ന ആൾക്കാരുടെ മുഖമൊന്നും അല്ല നോക്കുന്ന, ആ കൗൺസിലർ ആ എക്സ് ഓർ വൈ അയാളുടെ മുഖം നോക്കി മാത്രമാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, ആളുടെ പ്രവർത്തനമൊക്കെ നല്ലതെന്ന് പറഞ്ഞ് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ വോട്ട് കുത്തിക്കൊണ്ടിരുന്നവർ ആര്യ രാജേന്ദ്രന്റെ ആ വെറുപ്പ്, അവരോടുള്ള വെറുപ്പ് മാത്രം കൊണ്ടാണ് മാറ്റി കുത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ താൻ? അയാളെങ്കിലും ഒന്നും ചെയ്തില്ല, നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം തെളിവുകൾ പുറത്തുണ്ട്. മൗനം കഴിഞ്ഞ എന്നാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അതല്ലേ പറഞ്ഞത്. ഈ സംഭവം മാത്രമാണോ തിരുവനന്തപുരത്തുകാർക്ക് മേയർ ആര്യ രാജേന്ദ്ര ഗുണവധികാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? നിങ്ങൾക്ക് പലതും പറയാം. ഇവര് കുറെ ദിവസമായിട്ട് ഇങ്ങ് തുടങ്ങിയതാണ്, മറ്റേ റിസൾട്ട് വന്നപ്പോ തൊട്ട് അങ്ങ് തുടങ്ങിയതാണ് എന്റെ മെക്കിട്ട് കയറാനായിട്ട്. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ പാർട്ടി വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ സർക്കാർ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ പിഴവുകൾ അതെല്ലാം തിരുത്തി തിരിച്ചു വരും. എന്തിന്? അല്ല, തിരിച്ചു വരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അതെ അതെ, കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. കാണിച്ച് തരാൻ നമ്മള്. അയ്യോ, ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറയുന്നത് 2016 വരും, അന്ന് കാണിക്കാം. 2 ആഴ്ച മുന്നേ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഇത് മറ്റേ റിസൾട്ടിന്റെ ഊത്തെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നും പറയാനില്ലാത്തോണ്ട് ഇടയ്ക്കൂടെ ഒരു സ്വപ്ന സുരേഷ് അത് പാടെ എഴുന്നേറ്റ് ആരെ കാണിച്ചോണ്ടാണ് നിങ്ങൾ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത്? സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷ് ചികള് കേസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണെന്ന് തോന്നുന്നു. കാരണം സുഹൃത്തുക്കളെ, ഞാനിത് പറയാലോ, നിങ്ങളുടെ ഈ കുഞ്ഞളിയനെ അവരെ സപ്പോർട്ട് ചെയ്ത വാർത്തകൾ വല്ലതുമാണ് വന്നിരുന്നെങ്കിൽ തലയെ വെച്ച് ചുമന്നേനെ. ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാത്ത വാർത്തകൾ വന്നപ്പോൾ അങ്ങ് ഇളകി. കാരണം എന്തിട്ട് ന്യായീകരിക്കണമെന്ന് വ്യക്തതയില്ല. അത് തന്നെ സംഭവം. വെല്ലുവിളിച്ചിട്ടുണ്ടോ അഡ്വക്കേറ്റ്? വെല്ലുവിളിക്കണേ നമുക്ക് എന്താണ്? അതെ അതെ, ഇവർക്കൊന്നുമില്ല. കാരണം ഇവർക്കൊന്നുമില്ല, അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. അതെ, ഇവർ കാര്യമുള്ള മറുപടി കൊടുക്കണമെങ്കിൽ അത് ഞങ്ങളോളം പോകുന്ന ഒരു എതിരാളി ആയിരിക്കണ്ടേ? ഓക്കെ, 2 എതിരാളികളുടെ പേര് പറ. നിങ്ങളോളം പോകുന്ന 2 എതിരാളികൾ. ഞങ്ങളുടെ ഒരു വീക്ഷണം കൊണ്ടുകൂടെ നോക്കുമ്പോ അങ്ങനെ ഒരു എതിരാളികൾ ഞങ്ങൾക്ക് ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി കേരള ജനതയാണ്. കുറിച്ചു വെച്ചോ. കാരണം അവരുടെ എതിരാളികളുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ റിസൾട്ട്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇങ്ങനെ ന്യായീകരണ തൊഴിലാളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ താൻ. കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഇനി കാണും, ഇനി അതിന് 5-6 ദിവസത്തേക്ക് ഇനി ഇത് തന്നെയായിരിക്കും. വിഷമമുണ്ടോടാ? എന്തിനാടോ? അല്ലെ, തനിക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഹൃദയത്തിൽ ഇവിടെയായിട്ട് കേറിക്കൊണ്ടായിരുന്നു ഇയാൾ അന്ന് ആ എക്സിറ്റ് പോൾ വന്നതിന്റെ അന്ന് കിടന്ന് വിളയാടിയ ആട്ടം. ഇപ്പഴാണെങ്കിൽ ഒരു സമാധാനമായിരുന്നു. കഴിഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാൻ. താൻ പറയുന്നേ, അല്ല തന്റെ സൗണ്ട് കേട്ടില്ല. ജുബായൊക്കെ എങ്ങോട്ട് പോവാ? സുഹൃത്തുക്കളെ, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇവരിവിടെ നമ്മുടെ വീഴ്ച മാത്രം പറഞ്ഞോണ്ടിരിക്കും. ഇവര് കേന്ദ്രത്തിലോട്ട് അങ്ങോട്ട് പോയി അവരുടെ വീഴ്ച ഒന്നും പറയത്തില്ല. ആ വീഴ്ചകളൊന്നും ഇവരുടെ കണ്ണിൽ അങ്ങോട്ട് കാണത്തില്ല. അതൊരു വീഴ്ചയേ അല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്. നമ്മൾ സമ്മതിച്ചു, നമ്മൾ വീണു അതെ, നമ്മൾ സമ്മതിച്ചു. നിങ്ങൾ ഈ കേന്ദ്രത്തിൽ വീഴുന്നവരുടെ കാര്യം പറയാത്ത കേന്ദ്രത്തിനല്ല വോട്ട് ചെയ്തത്, നമ്മൾ കേരളത്തിൽ ആൾക്കാര് ഇവിടെ കേരളത്തിൽ നിന്ന പാർട്ടിക്ക് കൂടി വേണ്ടിട്ടാ വോട്ട് ചെയ്തേ. ഇന്ത്യയിലെ തന്നെയാണല്ലോ. അയ്യോ, ഇന്ത്യ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. ഇടത് രാവിലെ എണീറ്റപ്പോ ഇന്ത്യയുണ്ട്. അപ്പൊ ഇടത് നോക്കുകയാണ്. അല്ലേ, ഞാൻ പറഞ്ഞ ഇന്ത്യ അല്ലേ ഈ ഇന്ത്യ? അല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യയിലൊക്കെയായിരുന്നു. മൂക്കും കുത്തി വീണ ഒന്നും ഇവർക്ക് പറയണ്ട, അതൊരു പ്രശ്നമേ അല്ല. എടോ, മൂക്കും കുത്തി വീണോ? എവിടെ വീണു? എടോ, 292 സീറ്റ്. അതാ സീറ്റ് വിഭജനം വന്നപ്പോ ഇപ്പൊ കാരണം ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കും. എന്ത് ശ്വാസം വലിച്ചാലും ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ
അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ ഈ ഒരു സീറ്റ് LDF ഒരു സീറ്റ് വന്നല്ലോ കേരളത്തിൽ. ഇപ്പോ LDF 18 സീറ്റിലും UDF ഒരു സീറ്റിലുമാണ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും കുഞ്ഞളിയൻ പറയാൻ പോകുന്ന ന്യായീകരണം? എന്തായിരിക്കും? അവര് നമ്മളാ കടന്നാക്രമണത്തിനൊന്നും നമ്മൾ അയ്യോ കഷ്ടപ്പെട്ട് നേടിയ വിജയം അല്ലേ? കടന്നാക്രമിക്കാൻ നമ്മൾ പോകും. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ആയി. പിന്നെ എനിക്ക് 2 വാക്ക് പറയാനുള്ളത്. പിന്നെ ഈ വടകരയില് ചെമ്പും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന UDF കാരോടാണ് പറയാനുള്ളത്, കൂടുതൽ അങ്ങ് കടന്ന് വിളയുവൊന്നും വേണ്ട. ചെമ്പും തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വടകര നമ്മൾ എടുക്കും. പിന്നെ വടകര നിങ്ങൾക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഇതിനപ്പുറം പറഞ്ഞുകൊണ്ടാണ് ശൈലജ ടീച്ചറുമായിട്ട് കുറെ ആൾക്കാർ വടകരയിലേക്ക് ലാൻഡ് ചെയ്തത്. ഇതെല്ലാം ഇതിനപ്പുറം. ഇനി എടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്തെടുക്കും എവിടെ എടുക്കും അറിയില്ല. വട ചിലപ്പോ എടുക്കുമായിരിക്കും ആ കടയെന്ന്, പക്ഷെ വടകര എടുക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്റെ കുഞ്ഞളിയ. ചെമ്പ് കോല് ചെമ്പ് കേട്ടപ്പോ കുഞ്ഞളിയെ ഞങ്ങൾ വിറയ്ക്ക. സ്വപ്ന സുരേഷ് ഒന്നും അല്ലെന്ന് പറഞ്ഞ ടീമായി. ഇപ്പൊ ചെമ്പ് കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. എന്താണെന്ന് അറിയില്ല. നേരെ ഞാൻ വടകരയ്ക്കാ പോകുന്നത്. സുഹൃത്തുക്കളെ ഞാൻ നാളെ ഇല്ല, ഞാൻ നാളെ വടകരയിലേക്ക് പോകും. സുഹൃത്തുക്കളെ അവന്മാര് മറ്റേ അവിടെ ഊത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഉണ്ടല്ലോ, ചെമ്പെടുത്ത് തലേ വെച്ചിട്ട് എവിടെ പോയി ചെമ്പട എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മള് പോകണം നാളെ അങ്ങോട്ട്. പക്ഷെ ഒരു കാര്യം, ഇയാളുടെ കൂടെ ഒരു 10-15 പേര് കൂടെ പോകുന്നുണ്ട്. പക്ഷെ നാളത്തേക്ക് ഇയാൾ മാത്രമേ പോകുന്നുള്ളൂ. മറ്റേ ചെമ്പട എന്ന് പറഞ്ഞ പിള്ളേരെ പേടിച്ച് ബാക്കിയുള്ളവരൊക്കെ മുങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മറ്റന്നാൾ വരുമ്പോൾ കയ്യോ തലയോ കാലോ ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ നമുക്ക്. അതെ. ശരിയെന്നാ.